പത്തനംതിട്ട പീഡനക്കേസിൽ 4 പ്രതികളുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 43 ആകെ 29 FIR ആണ് കേസിലുള്ളത്. നന്ദുഷ വിവരങ്ങൾ നൽകും. നന്ദുഷ, പുതുതായി എത്ര പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്? എവിടെ നിന്നൊക്കെയുള്ളവരാണ് ഇപ്പോൾ പിടിയിലായത്? ദിവ്യ, 4 പോലീസ് സ്റ്റേഷനുകളിലായാണ് ഇപ്പോൾ 43 അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പന്തളം, മലയാളപ്പുഴ, അതോടൊപ്പം ഇലവുംതിട്ട, പത്തനംതിട്ട പോലീസ് സ്റ്റേഷനുകളിലാണ് ഈ 43 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 29 FIR ആണ് കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്ന് മാത്രം ഏതാണ്ട് 14ഓളം പ്രതികളെ പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു എത്രയും വേഗം പരമാവധി പ്രതികളെ പിടികൂടുമെന്ന തരത്തിൽ പോലീസ് വ്യക്തമാക്കിയിരുന്നു. അത് ആ പറഞ്ഞ വാക്ക് പാലിക്കുന്ന തരത്തിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ ഒരു പുരോഗതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ശേഷിക്കുന്ന പ്രതികളെ കൂടി ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കേസിന്റെ ചുമതല വഹിക്കുന്ന DIG അജിത ബീഗം അന്വേഷണ പുരോഗതി വിലയിരുത്താനായി ഇന്നോ നാളെയോ പത്തനംതിട്ട ജില്ലയിലേക്ക് എത്തിയേക്കും എന്ന് പറയുന്നു. SP-യെ സന്ദർശിച്ചേക്കും. അതോടൊപ്പം അന്വേഷണ ഉദ്യോഗസ്ഥനായ പത്തനംതിട്ട DYSP നന്ദകുമാറുമായി സംസാരിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗം N സുനന്ദ ഇന്ന് കോന്നിയിലെ ഷെൽട്ടർ ഹോമിലെത്തി ഈ പീഡനത്തിനിരയായ പെൺകുട്ടിയെ കണ്ടു. ആ കുട്ടിക്ക് നീതി ലഭ്യമാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പെൺകുട്ടിക്ക് അടിയന്തരമായി സഹായധനം ലഭ്യമാക്കാനും ജില്ലയിലെ ശിശു സംരക്ഷണ ഓഫീസർക്ക് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ കുട്ടിയുടെ സംരക്ഷണം പൂർണ്ണമായി ഉറപ്പാക്കിക്കൊണ്ട് കുട്ടിക്ക് ഉപദ്രവമേൽപ്പിച്ച കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസും അതോടൊപ്പം ബാലാവകാശ കമ്മീഷനും ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. ദിവ്യ.